Turn with me to the Gospel of John, chapter 21. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. Verse 4. 4 വാക്യം. Early in the morning, Jesus stood on the shore, but the disciples did not realize it was Jesus. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. When I read this passage, ഈ വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ I was so astonished and I didn't even understand why the disciples failed to understand Jesus. ഞാൻ വളരെ അത്ഭുതപ്പെടുവാൻ ഇടയായി. എന്തുകൊണ്ട് ശിഷ്യന്മാർ യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് ചിന്തിച്ചു. These disciples had walked with Jesus for 3.5 years. 3.5 വർഷക്കാലം ഈ യേശുവിനോട് കൂടെ നടന്നവരാണ് ഈ ശിഷ്യന്മാർ. And even after the resurrection of Jesus, these disciples spent time with him. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും യേശുവിനോടുകൂടെ ഇവർ സമയം ചെലവഴിച്ചവരാണ്. Physically there was no change in the body of Jesus. ശാരീരികമായി നോക്കിയാൽ യേശുവിന് രൂപത്തിന് വ്യത്യാസമൊന്നുമില്ല. Because Jesus himself told the disciples, you examine my body and see whether the ghost has flesh and blood. യേശു തന്നെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരത്തെ പരിശോധിച്ച് തൊട്ടു നോക്കി അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഭൂതത്തിന് രക്തവും മാംസവും ഇല്ലല്ലോ. Because so Jesus in his resurrected body, it was so clear to the disciples and he proved himself he was the same old Jesus. ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു തന്നെയാണ് എന്നുള്ളതെന്ന് തെളിയിച്ചു കാണിച്ചതാണ് യേശു. But still they could not realize him at this moment. എന്നാൽ ഈ സമയത്ത് ഈ ശിഷ്യന്മാർക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. Why? എന്തുകൊണ്ട്? The reason was they never expected Jesus over there at that time. അതിന് കാരണം ആ സമയത്ത് ഒരിക്കലും ശിഷ്യന്മാർ യേശുവിനെ അവിടെ പ്രതീക്ഷിച്ചില്ല. They never expected Jesus at that point. ആ സമയത്ത് യേശുവിനെ അവർ പ്രതീക്ഷിച്ചില്ല. This is the time that the disciples went away from their calling and from their mission. ദൈവത്തിന്റെ വിളിയിൽ നിന്നും ദൗത്യത്തിൽ നിന്നും ഏറെ ദൂരവേ പോയിരുന്ന സമയമായിരുന്നു ശിഷ്യന്മാർ. These were the disciples who were appointed by Jesus to preach the gospel throughout the world. ലോകമെമ്പാടും യേശുവിന്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് നിയമിക്കപ്പെട്ടവരായിരുന്നു ഈ ശിഷ്യന്മാർ. He breathed on them and he gave them the Holy Spirit and also he gave them the power and authority to prove the power of God. പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ നൽകിക്കൊണ്ട് യേശുവിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ആക്കി വെച്ച ശിഷ്യന്മാരായിരുന്നു. Now they have fallen away from their calling and from their mission. ദൈവത്തിന്റെ വിളിയിൽ നിന്നും ദർശനത്തിൽ നിന്നും വളരെ ദൂരവേ പോയി വീണ അവസ്ഥയിലായിരുന്നു അവർ. They have gone back to their old job. പഴയ ജോലിയിലേക്ക് അവർ മടങ്ങിപ്പോയി. Simon Peter was the leader who took all of them back into the job. ആ ജോലിയിലേക്ക് എല്ലാ ശിഷ്യന്മാരെയും മടക്കി കൊണ്ടുപോകാനുള്ള നേതൃത്വ സ്ഥാനം നയിച്ചത് പത്രോസ് ആയിരുന്നു. So they never expected Jesus will come to a place where they are living in a backslidden situation. പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന ഈ സ്ഥാനത്ത് യേശു കടന്നു വരുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. They never expected that Jesus will come over there when they are far away from the plan and the purpose of God. ദൈവിക ഉദ്ദേശത്തിൽ നിന്നും പദ്ധതിയിൽ നിന്നും വളരെ ദൂരവേ ആയിരുന്ന ആ സ്ഥാനത്ത് ആ നിമിഷത്തിൽ യേശു തങ്ങളെ കാണുവാൻ കടന്നു വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. Tonight this is the message what God wants to share with you. ഇന്ന് ഈ രാത്രികാലം നിങ്ങളോട് അറിയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൂത് ഇതാണ്. Tonight you may be far away from your calling, from your anointing and from your purpose. ദൈവിക ഉദ്ദേശത്തിൽ നിന്ന്, ദൈവിക അഭിഷേകത്തിൽ നിന്ന്, ദൈവിക ദൗത്യത്തിൽ നിന്ന് വളരെ ദൂരവേ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. You may be living far away from God's expectation. ദൈവിക പ്രതീക്ഷയിൽ നിന്ന് വളരെ ദൂരവേ നിങ്ങളായിരിക്കാം. You may be far away from the blessings what God has given to you. ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് വളരെ ദൂരവേ നിങ്ങളായിരിക്കാം. Here the apostles are not using the power and the authority given by Jesus into their hands. ദൈവം തങ്ങളുടെ കരങ്ങളിൽ നൽകി തന്ന ശക്തിയും അധികാരത്തെയും ഉപയോഗിക്കാതെയാണ് ഈ ശിഷ്യന്മാർ അവിടെ ആയിരിക്കുന്നത്. They have fallen short of the glory and the anointing given to them. അവർക്ക് ദൈവം നൽകി തന്നതായ അഭിഷേകത്തിൽ നിന്ന് ശക്തിയിൽ നിന്ന് വീണവരായവരായിരിക്കുകയാണ്. Tonight you may be living in the same condition. ഒരുപക്ഷെ നിങ്ങൾ ഈ രാത്രികാലം അതേ അവസ്ഥയിലായിരിക്കാം. Far away from the call of God. ദൈവിക വിളിയിൽ നിന്ന് വളരെ ദൂരവേ ആയിരിക്കാം. Far away from the anointing of God. ദൈവിക അഭിഷേകത്തിൽ നിന്ന് വളരെ ദൂരവേ ആയിരിക്കാം. Far away from the mission of God. ദൈവിക ദൗത്യത്തിൽ നിന്ന് വളരെ ദൂരവേ ആയിരിക്കാം. Far away from the purpose of God. ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് വളരെ ദൂരവേ ആയിരിക്കാം. But God still
appeared over there where they are. എന്നാൽ അങ്ങനെ ഇരുന്ന ശിഷ്യന്മാരുടെ മധ്യേയും ദൈവം അവിടെ വെളിപ്പെട്ടു And വന്നു. calling them back into their anointing, calling them back into the mission, calling them back to the purpose that he has chosen. ആ അവസ്ഥയിലും യേശു അവരെ തന്റെ ഉദ്ദേശത്തിലേക്കും തന്റെ പദ്ധതിയിലേക്കും തന്റെ ദൗത്യത്തിലേക്കും അവരെ മടക്കി വിളിക്കുകയാണ്. By the end of this year, this is what God wants to do with your life. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ദൈവം നിങ്ങളോട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. All through 2013 you might have been far away from the call of God. ദൈവിക വിളിയിൽ നിന്ന് വളരെ ദൂരവേ ഒരുപക്ഷേ നിങ്ങൾ 2013 കഴിഞ്ഞിരിക്കാം. Until this day you may be far away from the anointing that God has given to you. ഈ നിമിഷം വരെയും ദൈവിക അഭിഷേകത്തിൽ നിന്ന് വളരെ ദൂരവേ നിങ്ങൾ ആയിരിക്കാം. You may be far away from the dreams and the vision that God has given to you. ദൈവം നിങ്ങൾക്ക് നൽകി തന്ന സ്വപ്നങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും ദൂരവേ നിങ്ങൾ ജീവിച്ചിരിക്കാം. But tonight God wants to call you back into the purpose what God has created. നിങ്ങളെ ദൈവം സൃഷ്ടിച്ച അതേ ഉദ്ദേശത്തിലേക്ക് ഈ രാത്രി സമയം വീണ്ടും വിളിക്കുകയാണ്. Simon Peter never thought that Jesus will come over there. ഒരിക്കലും പത്രോസ് വിചാരിച്ചില്ല യേശു ആ സ്ഥാനത്ത് കടന്നു വരുമെന്ന്. The rest of the disciples never expected his presence over there. അവിടെ മറ്റു ശിഷ്യന്മാരും യേശുവിന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചില്ല. They are not on the mission field now. ഇപ്പോൾ ദൗത്യത്തിന്റെ മധ്യത്തിലല്ല അവർ. They are not in the place where God wanted them to be. അവർ എവിടെ ആയിരിക്കണമെന്ന് യേശു പ്രതീക്ഷിച്ചോ ആ സ്ഥാനത്തല്ലായിരുന്നു അവർ. They are not living in the power and the authority that God has given to them. ദൈവം അവർക്ക് നൽകിക്കൊടുത്ത ആ ശക്തിയിലും അധികാരത്തിലും ശുശ്രൂഷിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല അവർ. It is only Jesus who was crucified, but the people are still expecting some same power in disciples. യേശു മാത്രമേ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ശിഷ്യന്മാരിൽ നിന്ന് അതേ ശക്തിയും അധികാരവും ജനം പ്രതീക്ഷിക്കുന്നു. People around them are still living, still in great need of God's power. ദൈവിക ശക്തി ആവശ്യമുള്ളവരായി തന്നെ ചുറ്റുമുള്ള ജനം ആയിരിക്കുകയാണ്. But these disciples has fallen away or gone away from the call of God. എന്നാൽ ദൈവിക വിളിയിൽ നിന്ന് വളരെ ദൂരവേ ഈ ശിഷ്യന്മാർ നീങ്ങിക്കഴിഞ്ഞു. They have gone away from the mission of God. ദൈവിക ദൗത്യത്തിൽ നിന്ന് അവർ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. When God called them and gave them authority, he said, I have chosen you to be with me and to preach the gospel and heal the sick and raise the dead. എന്നാൽ യേശു ഈ ശിഷ്യന്മാരെ വിളിച്ച സമയത്ത് അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നാണ്. And that purpose that he has given them power and authority. അതിനുവേണ്ടി ആ ഉദ്ദേശത്തിന് വേണ്ടി ശക്തിയും അഭിഷേകവും ശിഷ്യന്മാർക്ക് യേശു നൽകി കൊടുത്തു. But now they are living far away from the plan of God. എന്നാൽ ഇപ്പോൾ അവരോ വളരെ ദൂരവേ യേശുവിന്റെ ഉദ്ദേശത്തിൽ നീങ്ങിയിരിക്കുകയാണ്. Is there anybody over here who is living far away from the plan of God? ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് വളരെ ദൂരവേ ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ രാത്രികാലം ഇവിടെ ഉണ്ടോ? Is there anybody over here who has gone away from the anointing and calling of God? ദൈവിക വിളിയിൽ നിന്നും അഭിഷേകത്തിൽ നിന്നും ദൂരവേ ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ രാത്രികാലം ഇവിടെ ഉണ്ടോ? Is there anybody over here who knows the truth? They know what God expects from their life, but right now because of many surroundings and circumstances they are living far away from the call of God. തങ്ങളെക്കുറിച്ച് ദൈവം വിളിച്ചു ആക്കിയിരിക്കുന്ന ഉദ്ദേശം ഇന്നതെന്ന് അറിഞ്ഞിട്ടും ദൂരവേ അതിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം ഇവിടെ ഉണ്ടോ? God is calling you back tonight. ഇന്ന് രാത്രികാലം യേശു നിങ്ങളെ മടക്കി വിളിക്കുകയാണ്. God is calling you back tonight. ഇന്ന് രാത്രികാലം യേശു നിങ്ങളെ മടക്കി വിളിക്കുകയാണ്. Come back to the plan of God. ദൈവിക ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരിക. Come back to the purpose of God. ദൈവിക പദ്ധതിയിലേക്കും ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരിക. Come back to the mission of God. ദൈവിക ദൗത്യത്തിലേക്ക് മടങ്ങി വരിക. It is for that purpose that God has called you. അതിനുവേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. So the disciples never expected the presence of God. അതുകൊണ്ട് ശിഷ്യന്മാർ ഒരിക്കലും യേശുവിന്റെ സാന്നിധ്യം അവിടെ പ്രതീക്ഷിച്ചില്ല. All through the night they were working, toiling very hard. രാത്രി മുഴുവൻ വളരെ അവർ അധ്വാനിച്ചു. Very hard. വളരെ അധ്വാനിച്ചു. But they could not catch anything. എന്നാൽ ഒന്നും അവർക്ക് പിടിക്കുവാൻ And കഴിഞ്ഞില്ല. early morning Jesus came towards them. പുലർച്ചയായപ്പോൾ യേശു അവിടെ കടന്നു Now വരികയാണ്. we are come to the end of this year. We are in the early time of the next year. ഇതാ ഈ വർഷത്തിന്റെ അവസാനം കടന്നു വന്നിരിക്കുന്നു. പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മളായിരിക്കുന്നു. Early minutes of the new year we are approaching. ഇതാ പുതുവർഷത്തിന്റെ ആദ്യത്തെ നിമിഷങ്ങളിലാകുന്നു. We are going to approach the new year. ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ And അടുത്തുകൊണ്ടിരിക്കുകയാണ്. God is calling you and asking you a question. ഇതാ ഈ രാത്രികാലം ദൈവം നിന്നെ വിളിച്ചതിനോട് ചോദ്യം Are you ചോദിക്കുന്നു. still living in the calling that I have given to you? ഞാൻ നിന്റെ മേൽ വെച്ചിരിക്കുന്ന വിളിയിൽ തന്നെയാണോ നിന്റെ ജീവിതം മുന്നോട്ട് Are you പോകുന്നത്? still living in the mission that I have given to you? ഞാൻ നിനക്ക് നൽകി തന്ന അതേ ദൗത്യത്തിൽ തന്നെയാണോ ഇന്ന് നീ Are you ജീവിക്കുന്നത്? still living in the anointing that I have given to you? ഞാൻ നിനക്ക് നൽകി തന്ന അതേ അഭിഷേകത്തിൽ തന്നെയാണോ ഇന്ന് നീ Are ജീവിക്കുന്നത്? you still using the authority and the power I have given to you? ഞാൻ നിനക്ക് തന്ന ശക്തിയും അധികാരവും ഇന്നും നീ ഉപയോഗിക്കുന്നുണ്ടോ? You just look around, don't you see sick people around you? നിന്റെ ചുറ്റുപാടും നീ നോക്കുമ്പോൾ
രോഗികളെ നീ കാണുന്നില്ലയോ? Don't you see the people who need my power and authority? എന്റെ അധികാരവും ശക്തിയും ആവശ്യമുള്ള ജീവിതങ്ങളെ നീ കാണുന്നില്ലയോ? Don't you see the people who are possessed by demon spirits? ആത്മാവിനാൽ പിടിക്കപ്പെട്ട ജീവിതങ്ങളെ നീ കാണുന്നില്ലയോ? Don't you see people who have been tormented by the evil spirits? അശുദ്ധാത്മാക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തികളെ നീ കാണുന്നില്ലയോ? I gave you the power and the authority to set them free. അവരെ മോചിപ്പിപ്പാൻ വിടുവിപ്പാൻ നിനക്ക് ഞാൻ അധികാരവും ശക്തിയും നൽകി I തന്നിട്ടുണ്ടല്ലോ. gave you power and authority to heal the sick people. രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരവും ശക്തിയും ഞാൻ നിനക്ക് നൽകി തന്നല്ലോ. What did you do with my power and authority that I have given to you? ഞാൻ നിനക്ക് നൽകി തന്ന ശക്തിയും അധികാരവും കൊണ്ട് നീ എന്ത് ചെയ്തു? Where are you tonight? രാത്രികാലം നീ ഏത് Are അവസ്ഥയിലായിരിക്കുന്നു? you not going after the things of this ഈ world? ലോകത്തിന്റെ കാര്യങ്ങളുടെ പുറകെ അല്ലയോ നീ ഓടിക്കൊണ്ടിരിക്കുന്നത്? Have you not taken back the net and the shipboard that you have been forsaken years ago? ഈ വർഷങ്ങൾക്ക് മുൻപ് നീ ഉപേക്ഷിച്ചതായ വലയും പടകും നീ വീണ്ടും എടുത്തില്ലയോ? Where are you ഇന്ന് tonight? രാത്രികാലം നീ എവിടെയായിരിക്കുന്നു? Simon Peter, ശിമോൻ പത്രോസേ, where are you? നീ എവിടെയാണ്? Where are you ഈ tonight? രാത്രികാലം നീ Where എവിടെയായിരിക്കുന്നു? is the anointing that I have given to you? ഞാൻ നിനക്ക് നൽകി തന്ന അഭിഷേകം എവിടെ? Where is the calling that I have placed upon you? നിന്റെ മേൽ വെച്ചിരുന്ന വിളി എവിടെ? Where is the mission that I have given to നിനക്ക് you? നൽകി തന്ന ദർശനം എവിടെ? Why you are നീ here? എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു? Why you are നീ here? എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു? Tonight Jesus is asking this question to many of you personally. വ്യക്തിപരമായി പലരോടും രാത്രികാലം ദൈവം ഈ ചോദ്യം ചോദിക്കുകയാണ്. Where is the anointing that I have given to you? ഞാൻ നിനക്ക് നൽകി തന്ന അഭിഷേകം Where എവിടെ? is the call that I have placed upon you? നിന്റെ മേൽ വെച്ചിരിക്കുന്ന എന്റെ വിളി എവിടെ? Where is the power that I have given to you? നിനക്ക് നൽകി തന്ന ശക്തി എവിടെ? Why you are here? എന്തുകൊണ്ട് നീ ഇവിടെ ആയിരിക്കുന്നു? Why you are here? എന്തുകൊണ്ട് നീ ഇവിടെ Why ആയിരിക്കുന്നു? did you ignore my power? എന്റെ ശക്തി എന്തുകൊണ്ട് അവഗണിച്ചത്? Why did you ignore my calling? എന്റെ വിളിയെ നീ എന്തുകൊണ്ട് അവഗണിച്ചു? What did you do with the mission that I have entrusted into your hand? നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച ദൗത്യത്തെ നീ എന്ത് ചെയ്തു? And early morning Jesus came towards them. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ But the നിന്നിരുന്നു. disciples could not realize Jesus. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. Do you know when you lose connection with a person, you could not realize that person. ഒരു വ്യക്തിയോടുള്ള ബന്ധം നിനക്ക് ഇല്ലാതെ ആകുമ്പോൾ ആ വ്യക്തിയെ നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. When you lose the connection with a person, you fail to understand that person. ഒരു വ്യക്തിയുമായുള്ള ബന്ധം നിനക്ക് നഷ്ടമാകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും നിനക്ക് കഴിയാതെ പോകും. So this shows they lost the connection with Jesus. യേശുവുമായുള്ള ബന്ധം അവർക്ക് നഷ്ടമായി എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. After walking 3.5 years with Jesus, now when Jesus appeared before them, they failed to recognize him. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്നിട്ടും യേശു കടന്നു വന്നപ്പോൾ അവനെ കണ്ടിട്ട് അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. Why? എന്തുകൊണ്ട്? They lost the connection. യേശുവുമായുള്ള ബന്ധം അവർക്ക് നഷ്ടമായി. They lost the connection. അവർക്ക് യേശുവുമായുള്ള ബന്ധം നഷ്ടമായി. Let me ask you something tonight. ഈ രാത്രികാലം ഞങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. Did you lose your connection with Jesus? യേശുവുമായുള്ള ബന്ധം നഷ്ടമായി പോയോ? Do you still realize him and recognize him? യേശുവിനെ നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുള്ളൂ, മനസ്സിലാക്കുവാൻ Can കഴിയുന്നു? you realize his voice? അവന്റെ ശബ്ദം നിനക്ക് തിരിച്ചറിയുവാൻ Can കഴിയുന്നുണ്ടോ? you realize his touch? യേശുവിന്റെ സ്പർശനം നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? Can you realize him when you come near and stands nearby you? നിന്റെ അരികെ വന്ന് യേശു നിൽക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? Or are your eyes blinded tonight? അല്ല, നിന്റെ കണ്ണുകൾ കുരുടായി പോയിട്ടുണ്ടോ? Are your eyes blinded tonight? രാത്രികാലം നിന്റെ കണ്ണുകൾ കുരുടായി പോയിട്ടുണ്ടോ? I'm very sorry to tell you tonight that many of your eyes been blinded. You cannot even see Jesus when he stands nearby you. ഈ രാത്രികാലം ദുഃഖത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചിലരുടെ കണ്ണുകളൊക്കെ കുരുടായിരിക്കുന്നു. അരികിൽ യേശു നിന്നിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. If I was on that position, ഞാൻ ആകുന്നു ആ സ്ഥാനത്തെങ്കിൽ, if I was walking with these people for 3.5 years, and if they could not realize me when I stand nearby them, 3.5 വർഷക്കാലം അവരോട് കൂടെ നടന്നിട്ടും ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് എന്നെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ, I will surely walk away from them. If they don't realize me, why should I introduce myself? ഞാൻ അങ്ങനെയുള്ളവരെ കണ്ട് ഞാൻ മാറിപ്പോകത്തേ ഉള്ളൂ. എന്തുകൊണ്ട് ഞാൻ വീണ്ടും അവർക്ക് എന്നെ പരിചയപ്പെടുത്തണം? For 3.5 years they had an intimate, close relationship with Jesus. യേശുവുമായി 3.5 വർഷക്കാലം വളരെ അടുത്ത ബന്ധം പുലർത്തിയവരാണ്. Many times Jesus rescued them from their crisis. അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും അവരെ യേശു മോചിപ്പിച്ചിട്ടുണ്ട്. For 3.5 years they walked with Jesus, slept with Jesus, ate with Jesus. യേശുവുമായി കൂടെ നടന്നു, യേശുവുമായി കൂടെ ഭക്ഷിച്ചു, യേശുവുമായി കിടന്നുറങ്ങി. Very personal relationship with Jesus. യേശുവുമായി വ്യക്തിപരമായ ബന്ധമുള്ളവരാണ്. But now they could not realize him. എന്നാൽ ഇപ്പോഴും അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. They could not recognize him. അവനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Their eyes were blinded. അവരുടെ
കണ്ണുകൾ കുരുടായിരിക്കുന്നു. What a pathetic situation. വളരെ ദയനീയമായ അവസ്ഥ. Then Jesus called them യേശു അവരെ വിളിച്ചു and asked them, അവരോട്, friends, കുഞ്ഞുങ്ങളെ, do you have any fish? കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. Do you have any fish to gather? എന്തെങ്കിലും മീൻ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് Do ചോദിച്ചു. you have anything to share with me? എന്നോട് പങ്കുവയ്പ്പാൻ നിങ്ങളുടെ പക്കൽ മീനുണ്ടോ? The answer, അവരുടെ ഉത്തരം no. ഇല്ല. He said, യേശു പറഞ്ഞു, throw your net on the right side of the boat and you will find some. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. When they did, അവർ വീശി, they were unable to haul the nets in because of the large number of the fish. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. Then they knew that this is Jesus. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് യേശു ആകുന്നു എന്ന്. Then they knew it was Jesus. അപ്പോൾ അവർ മനസ്സിലാക്കിയത് കർത്താവാകുന്നു, യേശു ആകുന്നു എന്ന്. Jesus has to perform another miracle to open their eyes. അവരുടെ കുരുട്ടു കണ്ണുകളെ തുറക്കുവാൻ വേണ്ടി യേശുവിന് വീണ്ടും ഒരു അത്ഭുതം അവരുടെ മുൻപേ ചെയ്യേണ്ടി വന്നു. Tonight, ഈ രാത്രിയിൽ Jesus is willing to do something more to open your eyes so that you can reconnect with Him. അവനുമായി വീണ്ടും ബന്ധപ്പെടുവാൻ വേണ്ടി യേശു വീണ്ടും നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ He is തയ്യാറായിരിക്കുന്നു. merciful over you. നിന്നോട് He is കരുണയുള്ളവനായിരിക്കുന്നു. compassionate over you. നിന്നോട് He doesn't ആർദ്രതയുള്ളവനായിരിക്കുന്നു. want to leave you or forsake you. ഒരിക്കലും നിന്നെ കൈവിടുവാൻ തള്ളിക്കളവാൻ അവന് താല്പര്യമില്ല. He was ready to do one more miracle for the disciples. ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു അത്ഭുതം കൂടെ ചെയ്യുവാൻ യേശു He തയ്യാറായിരിക്കുന്നു. was willing to do one more miracle to open their eyes. അവരുടെ കണ്ണുകളെ തുറക്കുവാൻ വേണ്ടി യേശു വീണ്ടും ഒരു അത്ഭുതം കൂടെ ചെയ്യുവാൻ Tonight the തയ്യാറായിരിക്കുന്നു. Lord says, ഈ രാത്രി യേശു He പറയാണ്, is willing to do one more miracle for you. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം കൂടെ ചെയ്യുവാൻ എന്റെ യേശു ഒരുങ്ങിയിരിക്കുന്നു. Why? എന്തുകൊണ്ട്? He didn't want to forsake you. അവൻ നിന്നെ തള്ളിക്കളവാൻ He ആഗ്രഹിക്കുന്നില്ല. didn't want to forget. He didn't want to throw you away from the plan and the purpose and the mission of God. ദൈവിക ഉദ്ദേശത്തിൽ നിന്നും പദ്ധതിയിൽ നിന്നും ദർശനത്തിൽ നിന്നും നിന്നെ തള്ളിക്കളവാൻ യേശു ഒരിക്കലും He wants ആഗ്രഹിക്കുന്നില്ല. to re-establish you. നിന്നെ വീണ്ടും പുനഃസ്ഥാപിപ്പാൻ യേശു He ആഗ്രഹിക്കുന്നു. wants to redeem you. നിന്നെ മോചിപ്പിച്ച് വീണ്ടെടുപ്പാൻ അവൻ He ആഗ്രഹിക്കുന്നു. wants to put you back into the mission that He has called you. നിന്നെ വിളിച്ചാക്കി ആ സ്ഥാനത്ത്, ആ ദൗത്യത്തിൽ നിന്നെ വീണ്ടും ആക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. Tonight, ഈ രാത്രിയിൽ, tonight, ഈ the രാത്രിയിൽ Spirit of God says ദൈവത്തിന്റെ ആത്മാവ് He പറയുന്നു, is giving you one more chance. ഒരിക്കൽ കൂടെ ദൈവം അവസരം നൽകി He is തരികയാണ്. giving you one more chance ഒരു അവസരം കൂടെ അവൻ നൽകി to തരികയാണ്. re-establish the relationship, യേശുവുമായുള്ള നിന്റെ ബന്ധത്തെ to പുനഃസ്ഥാപിക്കാൻ, reconnect the relationship, യേശുവുമായുള്ള ബന്ധത്തോട് വീണ്ടും ബന്ധപ്പെടുവാൻ, to come back into the calling that God has given to you, ദൈവം നിനക്ക് നൽകി തന്ന വിളിയിലേക്ക് വീണ്ടും കടന്നു വരുവാൻ, to come back into the call of God, ദൈവിക വിളിയിലേക്ക് മടങ്ങി to വരുവാൻ, come back into the relationship with Jesus. യേശുവുമായുള്ള ബന്ധത്തിൽ മടങ്ങി വരുവാൻ. Tonight, ഈ രാത്രിയിൽ there are some people over here ചില ജീവിതങ്ങൾ ഇവിടെയുണ്ട്, who have to reconnect with Jesus. യേശുവുമായി വീണ്ടും ബന്ധപ്പെടേണ്ടവർ. He doesn't hate you. അവൻ ഒരിക്കലും നിന്നെ വെറുക്കുന്നില്ല. He doesn't want to cast you out. നിന്നെ തള്ളിക്കളവാൻ അവൻ ഒരിക്കലും He doesn't ആഗ്രഹിക്കുന്നില്ല. want to cut the relationship and choose another person. നിന്നോടുള്ള ബന്ധത്തെ നിർത്തിയിട്ട് മുറിച്ചു കളഞ്ഞിട്ട് വേറൊരു വ്യക്തിയെ നിനക്ക് പകരം എടുക്കുവാൻ No, that's ആഗ്രഹിക്കുന്നില്ല. not His plan. അത് ഒരിക്കലും യേശുവിന്റെ പദ്ധതി അല്ല. He's calling us without regret. വീണ്ടും മനസ്താവപ്പെടുന്ന രീതിയിലല്ല ദൈവം നിന്നെ വിളിക്കുന്നത്. He wants to call you back. നിന്നെ വീണ്ടും അവൻ പുനഃസ്ഥാപിപ്പാൻ ആഗ്രഹിക്കുന്നു. Take you back. വീണ്ടും തിരഞ്ഞെടുക്കുവാൻ For that ആഗ്രഹിക്കുന്നു. purpose, ആ ഉദ്ദേശത്തോട് He wants to do another miracle. ഒരു അത്ഭുതം കൂടെ നിനക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. There is no need that Jesus has to do another miracle. ഒരു അത്ഭുതം കൂടെ യേശു ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. Because for 3.5 years these disciples has walked with Jesus and they have seen hundreds and hundreds of miracles from the hands of Jesus. യേശുവിനോട് കഴിഞ്ഞ 3.5 വർഷക്കാലം കൂടെ നടന്നവരാണ്. ആയിരം അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നത് അവർ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. But still, എന്നിട്ടും He is doing another one. ഒരു അത്ഭുതം കൂടെ അവൻ ചെയ്യുകയാണ്. You know why? എന്തുകൊണ്ടെന്നറിയാമോ? He loves you so much. അവൻ നിന്നെ അത്രമാത്രം He സ്നേഹിക്കുന്നുണ്ട്. loves you so much. നിന്നെ അത്രമാത്രം അവൻ He സ്നേഹിക്കുന്നു. don't want to cast you out. ഒരിക്കലും നിന്നെ തള്ളിക്കളവാൻ അവൻ He ആഗ്രഹിക്കുന്നില്ല. doesn't want to throw you away. He doesn't want to throw you away. ഒരിക്കലും നിന്നെ തള്ളിക്കളവാൻ എറിഞ്ഞുകളവാൻ ആഗ്രഹിക്കുന്നില്ല. He wants to take you back. വീണ്ടും മടക്കിയെടുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Will you come back to Him? വീണ്ടും അവന്റെ മക്കളിലേക്ക് മടങ്ങി വരുമോ നീ? Then the disciples knew it was Jesus. അപ്പോൾ ശിഷ്യന്മാർ അറിഞ്ഞു അത് കർത്താവാകുന്നു എന്ന്. Then disciple whom Jesus loved said to Peter, "It is Lord." യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. This is Lord. അത് കർത്താവാകുന്നു. Tonight He is the one who has brought you over here അവനാകുന്നു നിന്നെ ഈ രാത്രികാലം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. to take you and call you back, നിന്നെ മടക്കി വരുത്തുവാൻ,
to redeem you, നിന്നെ വീണ്ടെടുക്കുവാൻ, to call you and put you back into the calling that He has given into your life. നിന്റെ ജീവിതത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന തന്നിരിക്കുന്ന ആ വിളിയിലേക്ക് നിന്നെ മടക്കി വരുത്തുവാൻ. He is extending His forgiveness to you. വീണ്ടും അവൻ നിനക്ക് ക്ഷമ നൽകി തരികയാണ്. He is extending His mercy towards you. അവന്റെ കരുണ നിന്റെ മേൽ വീണ്ടും പകരുകയാണ്. And calling you back. അവനെ വീണ്ടും നിന്നെ വിളിക്കുകയാണ്. Calling you back. നിന്നെ അവൻ വീണ്ടും വിളിക്കുകയാണ്. Jesus could have said like something like this. യേശു ഇങ്ങനെ ഒരുപക്ഷേ പറയാമായിരുന്നു. Hi disciples. ശിഷ്യന്മാരെ. Hi disciples. ഇതോ ശിഷ്യന്മാരെ. Now you know what happened to you. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? You know why you could not catch any fish throughout the night? എന്തുകൊണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ കിട്ടാത്തതെന്ന് അറിയാമോ? You know why you are failure all through your life? നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം മാത്രമായി എന്തുകൊണ്ടായിരിക്കുന്നു എന്ന് അറിയാമോ? Because you have gone away from my calling. എന്റെ വിളിയിൽ നിന്ന് നിങ്ങൾ ദൂരവേ പോയതുകൊണ്ടാണ്. Jesus could have accused them. അങ്ങനെ അവരെ പഴിച്ചു പറയാമായിരുന്നു. Jesus could have scorned them. അവരോട് ദേഷ്യപ്പെടാമായിരുന്നു. അവരെ പരിഹസിക്കാമായിരുന്നു. But He didn't scorn them or He didn't scold them. അവരെ ഒരിക്കലും വഴക്ക് പറഞ്ഞില്ല, അവരെ പരിഹസിച്ചതുമില്ല. He extended His mercy. തന്റെ കരുണ അവരോട് ദീർഘമാക്കി. Tonight, ഇന്ന് രാത്രി God is extending His mercy on you. നിന്റെ മേലും യേശു തന്റെ സ്നേഹം വർദ്ധിപ്പിക്കുകയാണ്, ദീർഘമാക്കുകയാണ്. And doing one more miracle. ഒരു അത്ഭുതം കൂടെ നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. To open your eyes. നിന്റെ കണ്ണുകൾ തുറക്കുവാൻ. To show you how much He loves you. നിന്നെ എത്രമാത്രം അവൻ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ. To show you how much He needs you in His mission. തന്റെ ദൗത്യത്തിൽ നിന്നെ എത്രമാത്രം അവൻ ആവശ്യമുണ്ട് എന്നുള്ളത് To വെളിപ്പെടുത്തുവാൻ. show you how much He wants to use you in the coming days. വരുന്ന ദിവസങ്ങളിൽ ദൈവം നിന്നെ എത്രമാത്രം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ. Will you respond to His call tonight? ഈ രാത്രികാലം ആ വിളിക്ക് മുൻപായി നീ പ്രതികരിക്കുമോ? If there is anyone over here who has gone away from the calling of God and the purpose of God and the anointing of God, God is calling you back. ദൈവിക വിളിയിൽ നിന്നും അവന്റെ ഉദ്ദേശത്തിൽ നിന്നും അവന്റെ അഭിഷേകത്തിൽ നിന്നും ദൂരവേ പോയ ആരെങ്കിലും രാത്രികാലം ഇവിടെ ഉണ്ട് എങ്കിൽ God is calling you back. ദൈവം നിന്നെ വീണ്ടും മടക്കി വിളിക്കുകയാണ്. He is extending His mercy to you. അവൻ തന്റെ കരുണ നിന്നോട് ദീർഘമാക്കുകയാണ്. Just look into your life. നിന്റെ ജീവിതത്തിലേക്ക് നീ നോക്കുക. Was it not a failure? അതൊരു പരാജയമായിരുന്നില്ലേ? Did you earn anything? നീ എന്തെങ്കിലും നേടിയെടുത്തോ? It was a failure. അതൊരു പരാജയമായിരുന്നു. You worked all through years. വർഷം മുഴുവൻ നീ അധ്വാനിച്ചു. All through 2013 you worked so hard. 2013 മുഴുവനുമായി നീ കഠിനാധ്വാനം ചെയ്തു. But still, എന്നിട്ടും the nets are empty. നിന്റെ വലകൾ ശൂന്യമായിരിക്കുന്നു. Your hands are empty. നിന്റെ കൈകൾ ശൂന്യമായിരിക്കുന്നു. You are so tired. നീ വളരെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നു. And you blame God. നീ ദൈവത്തെ ഇപ്പോൾ പഴിച്ചു പറയുകയാണ്. You question God. നീ ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. God, why did you do like this? എന്തുകൊണ്ട് കർത്താവേ നീ ഇങ്ങനെ ചെയ്തു എന്ന്. And God is answering your question tonight. ഇന്ന് രാത്രികാലം നിന്റെ ചോദ്യത്തിന് മുൻപായി അവൻ ഉത്തരം പറയുകയാണ്. Because you have gone away from my calling. എന്റെ വിളിയിൽ നിന്ന് നീ ദൂരവേ പോയതുകൊണ്ടാണ്. You have gone away from the purpose that I have given to you. നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഉദ്ദേശത്തിൽ നിന്ന് ദൂരവേ പോയിരിക്കുന്നു. God is calling you tonight. ഇന്ന് രാത്രികാലം അവൻ നിന്നെ മടക്കി വിളിക്കുകയാണ്. Shall we all stand in the presence of God നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് and നിൽക്കാം. examine our life tonight ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. and find out where we stand tonight? ഇന്ന് രാത്രികാലം നമ്മൾ ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സ്വയം പരിശോധന ചെയ്യാം. Just find out where you stand. Just find out where you നീ എവിടെ stand. ആയിരിക്കുന്നു എന്നുള്ളത് നീ കണ്ടെത്തുക. Just look into your hands. What's in your hand now? ഇന്ന് കരങ്ങളിലേക്ക് നോക്കുക. എന്താണ് ഇപ്പോൾ ശേഷിച്ചതിന്റെ കരങ്ങളിൽ The ഉള്ളത്? hands that has to touch the sick people are entangled with the nets. ഇതാ രോഗികളെ തൊട്ട് സൗഖ്യമാക്കേണ്ട കരം വലകൾ പിടിച്ചു നിൽക്കുകയാണ്. The hands that has to show forth the power of Jesus യേശുവിന്റെ ശക്തിയെ വെളിപ്പെടുത്തേണ്ട ആ കരങ്ങൾ are entangled with the world. ഈ ലോകവുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. The hands through which God's power has to be transmitted are entangled with nets. ദൈവിക ശക്തി മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ട ആ കരങ്ങൾ ഇതാ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. And the result is zero. അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് 0, ശൂന്യം. You worked so hard. നീ വളരെ കഠിനാധ്വാനം ചെയ്തു. You toiled too much. വളരെ കഠിനാധ്വാനം ചെയ്തു. And
and you haven't made any profit to the kingdom of God. ദൈവരാജ്യത്തിന് നീ ഒരു ഗുണവും ചെയ്തുമില്ല. It's a total failure. നീ വളരെ പൂർണ്ണ പരാജയമായി തീർന്നിരിക്കുകയാണ്. Tonight God is calling you back. രാത്രികാലം യേശു നിന്നെ മടക്കി വിളിക്കുകയാണ്. Before this end comes to an end, before this year comes to an end. ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായി, if there is anybody over here who has gone away from the call and purpose and the mission of God, ദൈവിക ഉദ്ദേശത്തിൽ നിന്നും അഭിഷേകത്തിൽ നിന്നും നിയോഗത്തിൽ നിന്നും ദൂരമേ പോയ ആരെങ്കിലും രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, come back to God. മടങ്ങി വരിക. Jesus is calling you. യേശു നിന്നെ വിളിക്കുന്നു. Start something fresh tonight. പുതിയതൊന്ന് രാത്രികാലം തുടങ്ങുക. Start something new tonight. ഇന്ന് രാത്രികാലം പുതിയതൊന്ന് തുടങ്ങുക. Start a new beginning. ഒരു പുതിയ തുടക്കം എന്ന് വിടുക. Start a new life. പുതിയ ജീവിതം തുടങ്ങുക with Jesus. യേശുവുമായി. You tell to Jesus like this. യേശുവിനോട് ഇങ്ങനെ നീ പറയുക, Jesus, യേശുവേ, I come back. ഞാൻ മടങ്ങി വരുന്നു. I surrender my life. എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. For the purpose and the calling on me. എന്റെ മേലുള്ള അങ്ങയുടെ വിളിക്കും ഉദ്ദേശത്തിനുമായി എന്നെ സമർപ്പിക്കുന്നു. For the anointing and the mission you have given to me. എന്റെ മേലുള്ള അഭിഷേകത്തിനും നീ എന്റെ മേൽ വെച്ചിരിക്കുന്ന ദൗത്യത്തിനും വേണ്ടി, Lord, I come back. കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു. Come back. ഞാൻ മടങ്ങി വരുന്നു. If you commit your life like that, അങ്ങനെ നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കുമെങ്കിൽ, rededicate your life to Jesus. യേശുവിന്റെ മുൻപാകെ നിന്റെ ജീവിതത്തെ നീ വീണ്ടും സമർപ്പിക്കുമെങ്കിൽ, Lord, if you are giving me 2014, 2014 കർത്താവേ നീ എനിക്ക് നൽകി തരുന്നുവെങ്കിൽ, I will live in the calling and the anointing that you has given upon my life. എന്റെ ജീവിതത്തിന് മേലുള്ള അങ്ങയുടെ വിളിയുടെയും അഭിഷേകത്തിനും ഒത്തവണ്ണം ഞാൻ ജീവിക്കും. Lord, I will live in accordance with the mission and the calling that you have given on me. എന്റെ മേലുള്ള അങ്ങയുടെ വിളിക്കും അങ്ങയുടെ ദൗത്യത്തിനും ഒത്തവണ്ണം ഞാൻ ജീവിക്കും I കർത്താവേ. remember the call that you put in my life. എന്റെ ജീവിതത്തിന്മേൽ നീ വെച്ചിരിക്കുന്ന ആ വിളി ഞാൻ ഓർക്കുന്നു. I remember the mission you have given to me. എനിക്ക് നൽകി തന്ന ആ ദർശനത്തെ ഞാൻ ഓർക്കുന്നു. I remember the call that came on my life. എന്റെ ജീവിതത്തിന്മേൽ വന്ന ആ വിളിയെ ഞാൻ ഓർക്കുന്നു I കർത്താവേ. remember the day the anointing came upon me. നിന്റെ അഭിഷേകം എന്റെ മേൽ പകരപ്പെട്ട ആ ദിവസത്തെ ഞാൻ ഓർക്കുന്നു. I remember the prophetic words that came upon my life. എന്റെ ജീവിതത്തിന്മേൽ വന്ന ആ പ്രവചന വാക്കുകളെ ഞാൻ ഓർക്കുന്നു. Lord, I remember the dream that you have given to me. നീ എനിക്ക് നൽകി തന്ന ആ സ്വപ്നത്തെ ഞാൻ ഓർക്കുന്നു. Lord, I remember the vision that you gave to me. നീ എനിക്ക് നൽകി തന്ന ആ ദർശനത്തെ ഞാൻ ഓർക്കുന്നു Lord, I കർത്താവേ. remember the day that I committed my life into your hand. എന്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച ആ ദിവസം ഞാൻ ഓർക്കുന്നു. Lord, I remember the promise that I gave to you. ഞാൻ നിനക്ക് നൽകി തന്ന വാഗ്ദത്തത്തെ ഞാൻ ഓർക്കുന്നു. Lord, I remember the covenant I made with you. നിന്നോട് ഞാൻ ചെയ്ത ഉടമ്പടി ഞാൻ ഓർക്കുന്നു. I am far, far away from that covenant tonight. കർത്താവേ, എന്നാൽ ഈ രാത്രി ഞാൻ അവയിൽ നിന്ന് വളരെ I am ദൂരമേയായിരിക്കുന്നു. far, far away from your expectation. നിന്റെ പ്രതീക്ഷയിൽ നിന്ന് ഞാൻ വളരെ വളരെ ദൂരെയായിരിക്കുന്നു. But I come back to you, O Lord. കർത്താവേ, രാത്രികാലം ഞാൻ മടങ്ങി വരുന്നു. Accept me. എന്നെ സ്വീകരിച്ചാലും, Take me, O Lord. എന്നെ സ്വീകരിച്ചാലും, I commit myself into your hand. എന്നെ തന്നെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. How many of you will pray tonight like that? അങ്ങനെ നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കും? Shall we raise our hands? നമ്മുടെ കരങ്ങളെ അങ്ങനെ സമർപ്പിക്കുന്നവർ കരങ്ങളെ ഉയർത്താമോ? Everybody raise your hands എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. and commit your life to Jesus' hands. ഇന്ന് രാത്രികാലം നിങ്ങളെ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. Tell him, അവനോട് പറക, Jesus, യേശുവേ, I am gone far, far away from your expectation. നിന്റെ പ്രതീക്ഷയിൽ നിന്ന് വളരെ വളരെ ദൂരെ ഞാൻ ആയിരുന്നു കർത്താവേ. Tonight, ഈ രാത്രിയിൽ I come back to you. ഞാൻ മടങ്ങി വരുന്നു. Thank you for opening my eyes എന്റെ കണ്ണുകളെ രാത്രികാലം തുറന്നതിന് നന്ദി. to see you, O Lord. നിന്നെ കാണുവാൻ, തിരിച്ചറിയുവാൻ രാത്രികാലം കണ്ണു തുറന്നതിനായ സ്തോത്രം. Thank you for opening my ears to hear your voice. നിന്റെ ശബ്ദം കേട്ട് തിരിച്ചറിയുവാൻ എന്റെ ചെവികളെ തുറന്നതിനായ സ്തോത്രം. Thank you for opening my hearts to sense your voice. നിന്റെ ശബ്ദത്തെ മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ എന്റെ ഹൃദയത്തെ തുറന്നതിനായ സ്തോത്രം. Jesus, യേശുവേ, take me tonight. എന്നെ സ്വീകരിച്ചാലും കർത്താവേ. സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി
പാടി എൻ്റെ യേശു നാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻ്റെ യേശു നാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടൂ ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻ്റെ യേശു നാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ
പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. Shall we raise our hands and praise him? നമ്മുടെ കരങ്ങൾ ഉയർത്തിയിരുത്തേ. എല്ലാവരും വാതിലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയതിനായി സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ദൈവം നമ്മെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. Hallelujah. Hallelujah, hallelujah. For your mercy endureth forever. നിന്റെ ദയ എന്നേക്കുമുള്ളത്. We just thank you, Lord. Let's praise him, 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 let's praise him. എല്ലാവരും സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഫാദർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, അന്യഭാഷകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, സ്തുതിച്ചാട്ടെ. We praise you, we praise you, we praise you. Thank you, Jesus. നന്മയും കരുണയും നന്മയും കരുണയും നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ ഇവനെ പിന്തുടരും. Hallelujah. We just pray. Our loving Heavenly Father, we just thank you for your faithfulness and mercy in our life. ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. Thank you for extending your love and mercy upon us so that we can enter into this new year. കർത്താവേ, അങ്ങയുടെ സ്നേഹവും കരുതലും ആർദ്രതയും ഞങ്ങളുടെ മേൽ ദീർഘമാക്കി പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പിച്ചതിനായി നന്ദി. We have made a new covenant and new commitment with you this tonight. കർത്താവേ, രാത്രിയിൽ കർത്താവേ നിന്നോട് ഞങ്ങൾ പുതിയ ബന്ധത്തിലും പുതിയ സമർപ്പണത്തിലും ഉടമ്പടിയിലുമായിരിക്കുന്നു. We will continue to live in the calling and the anointing that you have placed upon our life. കർത്താവേ, നീ ഞങ്ങൾക്ക് മേൽ നൽകിയിരിക്കുന്ന ആ വിളിയിലും അഭിഷേകത്തിലും ഞങ്ങൾ തുടർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. We will live up to your expectation. കർത്താവേ, അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമായി ഞങ്ങൾ ജീവിക്കും. കർത്താവേ, We will never regret you. ഒരിക്കലും എന്നെ മനസ്താപിപ്പിക്കില്ല. We will never let your face be down. ഒരിക്കലും നിന്റെ മുഖം വാടി പോവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. We will continue to live in the calling and we will use the anointing that you have given upon our life. കർത്താവേ, നിന്റെ വിളിയിലായിരുന്നുകൊണ്ട് നീ ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്ന അഭിഷേകത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കും. We will never go back from the calling. ഒരിക്കലും നിന്റെ വിളിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറി പോവുകയില്ല. We കർത്താവേ, will never go back from the anointing. ആ അഭിഷേകത്തിൽ ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോവുകയില്ല. കർത്താവേ, We will never retreat from the mission that God has given to us. കർത്താവേ, ദൈവം തന്നിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ദർശനത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് മാറി പോവുകയില്ല.
This morning we recommit ourselves and rededicate ourselves ഈ സമയം കർത്താവേ ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു, സമർപ്പണം ചെയ്യുന്നു. to do your will, നിന്റെ ഹിതം ചെയ്യുവാൻ, to do your will, നിന്റെ ഹിതം ചെയ്യുവാൻ, and walk in your ways, നിന്റെ വഴിയിൽ നടക്കുവാൻ, and excel in the anointing that you have given to us. നീ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന അഭിഷേകത്തിൽ ഉന്നതമായ ഉയർന്ന നിലയിലായിരിക്കാൻ All glory and honor to be in you alone. സകല മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം. In Jesus' name. യേശുവിൻ നാമത്തിൽ.